പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എയർ പബ്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഭൂമിയിൽ കോടാനകോടി ജീവജാലങ്ങളാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ കോടാനകോടി ജീവജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിയാണ്. അത് മറ്റു ജീവികളിൽ നിന്നും ഒരുപാട് ശ്രേഷ്ഠതകളാണ് മനുഷ്യനുള്ളത്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമാണ് ചിരിക്കാനുള്ള കഴിവ് ദൈവം തന്നിരിക്കുന്നത്. എന്നാൽ ഈ ചിരിക്കാനുള്ള കഴിവ് കാലങ്ങൾ കഴിയുന്തോറും അത് മനുഷ്യൻ നിയന്ത്രിച്ച് കൊണ്ടുവരികയാണ്. നമ്മൾ ചിരിക്കണമെങ്കിൽ നമുക്കൊരു കോമഡി കേൾക്കേണ്ടതായിട്ട് വരികയാണ്. ഒരു കോമഡി കേട്ടാലാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിരിക്കാൻ സാധിക്കുന്നുള്ളൂ. സാധാരണഗതിയിൽ ചിരിക്കാൻ കഴിയുന്നില്ല. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഒരു 6 ആഴ്ച തികയുമ്പോൾ തന്നെ ചിരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു 6 മാസമാകുമ്പോഴേക്കും ഒരു 6 മാസം പ്രായമായ ഒരു കുഞ്ഞ് ഒരു ദിവസത്തിൽ 200 വട്ടം ചിരിക്കുന്നു എന്നാണ് പരീക്ഷണങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആ മനുഷ്യൻ വളർന്ന് ഒരു 70 വയസ്സൊക്കെ എത്തുമ്പോഴേക്കും കുഞ്ഞായിരിക്കുമ്പോൾ 200 വട്ടം ചിരിച്ചിരുന്ന ആ മനുഷ്യൻ വെറും 15 വട്ടം മാത്രമാണ് ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചിരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോമഡി കേൾക്കേണ്ടതായിട്ട് വരും. എന്തെങ്കിലുമൊക്കെ കോമഡി കേട്ടാലാണ് നമുക്ക് ചിരി വരുന്നുള്ളൂ. അതേ സ്ഥാനത്ത് ഒരു തൊട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അടുത്തേക്ക് അതിൻ്റെ മുഖത്തേക്ക് കൊണ്ടുപോയി നമ്മൾ ഒരു കിളികിലിപ്പ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ചിരിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞ് കോമഡി കേട്ടിട്ടല്ല ചിരിച്ചത്, ആ കിളികിലിപ്പിൻ്റെ ശബ്ദം കേട്ട് ആണ് ആ കുഞ്ഞ് ചിരിച്ചത്. എന്നാൽ അതേ കിളികിലിപ്പ് എടുത്തുകൊണ്ട് പോയി ഒരു 70-80 വയസ്സായ ഒരാളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മുഖത്ത് കൊണ്ടുപോയി ആ കിളികിലിപ്പ് ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ കോപമാണ് വരിക. ചിലപ്പോൾ നമുക്ക് അടിയും കിട്ടും. ഒരു കുഞ്ഞായിരുന്നപ്പോൾ ഒരു കിളികിലിപ്പ് ശബ്ദത്തിന് ചിരിച്ചിരുന്ന മനുഷ്യൻ ഒരു 70 വയസ്സായപ്പോഴേക്കും അതേ ശബ്ദം കേൾക്കുമ്പോൾ കോപം വരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ അതിനൊരു കാരണമെന്ന് പറയുന്നത് ഈ ചിരി എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ചിരിക്കാൻ പാടുള്ളൂ, എല്ലാ സമയത്തും ചിരിക്കാൻ പാടില്ല. സമയം, സാഹചര്യം നോക്കിയൊക്കെയാണ് ചിരിക്കേണ്ടത് എന്ന് പല ആളുകളും ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു ഹസ്ബൻഡിൻ്റെ മുമ്പിൽ നിന്ന് വൈഫ് ചിരിച്ചു കഴിഞ്ഞാൽ അതൊരു ബഹുമാനക്കുറവായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു അധ്യാപകൻ്റെ മുമ്പിൽ വെച്ച് ഒരു സ്റ്റുഡൻറ്റ് ചിരിച്ചു കഴിഞ്ഞാൽ അത് ഒരു ബഹുമാനക്കുറവായിട്ട് കണക്കാക്കപ്പെടുന്നു. ഒരു ഓഫീസറുടെ മുമ്പിൽ വെച്ച് ഒരു പ്യൂണ് ചിരിക്കുകയാണെങ്കിൽ അതൊരു അഭിമാനക്കുറവായിട്ട് അല്ലെങ്കിൽ ബഹുമാനക്കുറവായിട്ട് ഒക്കെയാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ചിരിയെ അടക്കി കൊണ്ടുവന്ന് ആ ചിരി പുറത്തേക്ക് വരാതെ ഉള്ളിൽ തന്നെ അടഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ അടഞ്ഞു പോയ ആ ചിരിയെ പുറത്ത് കൊണ്ടുവരാനായിട്ട് കോമഡി കേൾക്കേണ്ടതായിട്ട് വരുന്നു. മനസ്സിലായോ? ഒരു കോമഡി കേട്ടാൽ മാത്രമാണ്, അതായത് പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ആ കഴിവിനെ അത് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു കോമഡി കേൾക്കേണ്ടതായിട്ട് വരുന്നു. ഉദാഹരണത്തിന് ഞാൻ ഒന്ന് പറയാം. ഇപ്പോൾ അതായത് ഒരു മനുഷ്യൻ ചിരിക്കണമെങ്കിൽ കോമഡി ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു കുഞ്ഞ് തൊട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് കൊണ്ടുപോയി ഒരു കിളികിലിക്ക് നമ്മളിങ്ങനെ കിലുക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞ് ആ ശബ്ദം കേൾക്കുമ്പോൾ ചിരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞ് ചിരിച്ചത് കോമഡി കേട്ടിട്ടൊന്നുമല്ല, മനസ്സിലാക്കണം. അതേ കിളികിലിപ്പ് എടുത്തിട്ട് പോയി ഒരു 70 വയസ്സായ അല്ലെങ്കിൽ 80 വയസ്സായ ഒരാളുടെ മുഖത്ത് കൊണ്ടുപോയി ഇങ്ങനെ കിളികിലിപ്പ് ആട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആ മനുഷ്യൻ, അതായത് കുഞ്ഞായിരിക്കുമ്പോൾ 200 വട്ടം ചിരിച്ചിരുന്ന ആ മനുഷ്യൻ ചിരിക്കുന്നതിന് കൺട്രോൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചിരിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിരി എന്ന് പറയുന്നത് ദൈവം തന്നിട്ടുള്ള നമുക്കൊരു പ്രത്യേക ഒരു കഴിവാണ്. മറ്റു ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്തൊരു കഴിവാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ ചിരിയെ നമ്മൾ ഒരിക്കലും അടക്കി വയ്ക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് ചിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ പല പരീക്ഷണങ്ങൾക്കൊടുവിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ ഹാർട്ട് അറ്റാക്കൊക്കെ വരുന്നത് ചിരിക്കാത്ത ആളുകൾക്കാണ് എന്നാണ് പറയുന്നത്. നമ്മൾ
നന്നായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളും വരാതിരിക്കാനും അതൊരു കാരണമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് കോമഡി കേട്ടില്ലെങ്കിലും നമുക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടിയിട്ടുള്ള ആ ചിരിക്കാനുള്ള കഴിവിനെ കൺട്രോൾ ചെയ്യാതെ നമുക്ക് ചിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.